തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ കൂട്ടുന്ന ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുവെന്നാണ് ഗവർണറുടെ വാദം. ഇതിന്റെ വിവരങ്ങളുമായി ഡി ബിനോയ് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ചേരുകയാണ്. ബിനോയ്, വീണ്ടും സർക്കാർ ഗവർണർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഓർഡിനൻസ് ഒപ്പിടാത്തതിന് പറയുന്ന വാദങ്ങൾ എത്ര കണ്ട് ശരിയാണ്? എന്തൊക്കെയാണ് സർക്കാരിന്റെ അടുത്ത നീക്കം? വിശദാംശങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ് മുഖ്യമന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് എത്തിയ ഉടൻ തന്നെയാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഓർഡിനൻസ് തയ്യാറാക്കി അന്നു തന്നെ ഗവർണർക്ക് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു. കാരണം വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ ചുരുക്കം മാസങ്ങൾ മാത്രമാണുള്ളത്. അതിനു മുമ്പ് തന്നെ ഇതൊരു ഓർഡിനൻസ് ആക്കി പുറത്തിറക്കേണ്ട ആവശ്യകത സർക്കാരിനുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ ഭാഗമായി വാർഡ് വിഭജനത്തിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇത് ഗവർണറുടെ മുന്നിലേക്ക് ഈ ഓർഡിനൻസ് എത്തിയത്. എന്നാൽ ഓർഡിനൻസ് എത്തിയപ്പോഴേക്കും ഗവർണർ അതിൽ ഒപ്പിടുന്നില്ല. അദ്ദേഹം പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒപ്പിടണമെങ്കിൽ നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി വേണം. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ഇല്ലാതെ നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ജൂൺ 4 വരെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പെരുമാറ്റം ചട്ടം അതിൻ്റെ ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഇത് സമർപ്പിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ഈ ഓർഡിനൻസ് സമർപ്പിക്കണം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഗവർണർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഓർഡിനൻസ് ചീഫ് സെക്രട്ടറി കൈവശം വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നടപടികളിലേക്ക് ഒരു പക്ഷേ നിയമവിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ജൂൺ 10 നിയമസഭ വിളിക്കാൻ പോവുകയാണ്, നിയമസഭ ചേരാൻ പോവുകയാണ്. ധനാഭ്യർത്ഥന ബില്ലും ഉപധനാഭ്യർത്ഥന ബില്ലും ഒക്കെ പാസ്സാക്കേണ്ട സാഹചര്യമുണ്ട്. അതിനിടെ ഈ ഓർഡിനൻസ് പാസ്സായില്ല എങ്കിൽ നിയമസഭയിലേക്ക് പിന്നീട് ഇതെത്തിക്കാനോ ഈ ഓർഡിനൻസ് അതിന് വിലയില്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് നിയമസഭയിൽ ഒരു ബില്ലായി കൊണ്ടുവന്ന് അവതരിപ്പിക്കണം. അതിന് കൂടുതൽ സാവകാശം വേണ്ടിവരും, കൂടുതൽ കാലതാമസം എടുക്കും. നിയമസഭയിൽ ബില്ലായി എത്തിക്കഴിഞ്ഞാൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം. ചർച്ച പിന്നീട് വോട്ടെടുപ്പിലൂടെ അതിൽ ബില്ലിനെ അനുകൂലിക്കുന്ന വോട്ട് എണ്ണം കണക്കാക്കണം. ആ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബില്ല് പാസ്സാകണം. പാസ്സായാൽ തന്നെയും വീണ്ടും ഇത് ഗവർണറുടെ അടുത്തേക്ക് പോകേണ്ടി വരും. അത്തരത്തിൽ ചില നിയമക്കുരുക്കുകൾ കൂടിയുള്ള സാഹചര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമായിരിക്കും ഇനിയുള്ള സർക്കാരിൻ്റെ നീക്കം. എന്തായാലും സർക്കാർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു നീക്കമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഗവർണറുടെ ഭാഗത്തുനിന്നൊരു വിയോജിപ്പ് ഒരിക്കൽ പോലും സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് മാത്രവുമല്ല, ഇത്തരത്തിൽ ഒരു ഓർഡിനൻസ് സമർപ്പിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിരുന്നില്ല. വേഗത്തിൽ ഒപ്പിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ സർക്കാരിനുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ ഗവർണർ അടി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളികളെല്ലാം മുഖ്യമന്ത്രിയും ഗവർണറും എല്ലാം കുറച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായൊരു നിലപാട് ഗവർണറുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇത്തരത്തിൽ സർക്കാർ ഒരു ഓർഡിനൻസ് ഗവർണർക്ക് മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നിലവിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുമതി കുറിപ്പ് വേണം. ആ അനുമതി കുറിപ്പ് സമർപ്പിക്കാത്തത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയായിട്ട് തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത്. എന്തായാലും ഇനി വേഗത്തിൽ, അല്ലെങ്കിൽ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നിയമസഭ ചേരാനുള്ളത്. കാരണം ഈ നിയമസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ധനാഭ്യർത്ഥന ബില്ലും ഉപധനാഭ്യർത്ഥന ബില്ലും പാസ്സാക്കിയിട്ടില്ല. മറ്റ് കുറേ ബില്ലുകൾ കൂടി പാസ്സാക്കാനുണ്ട്. ഇതിനിടയിൽ കുറേ അവധികൾ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ചർച്ച ചെയ്യാനും പര്യാപ്തമായ സമയം ആ സമയത്ത് കിട്ടാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഓർഡിനൻസ് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി സമർപ്പിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അജിംഷാദ്. ബിനോയ്.